ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിന് ആദ്യമേ സ്തുതി കരേറ്റാം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ പ്രതിസന്ധി പെട്ടെന്ന് കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടാറ്? കടബാധ്യതകളോ മാരകമായ രോഗങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലെ തകർച്ചകളോ, ഇതെല്ലാം കാരണം നമ്മുടെ ജീവിതം പൂർണ്ണമായി തകർന്നുപോയി എന്ന് നമ്മൾ ഇടയ്ക്ക് വിചാരിക്കാറില്ലേ? പ്രിയ സഹോദരി സഹോദര, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എത്രമാത്രം ഭയപ്പെടുത്തുന്നതാണെങ്കിലും മനസ്സിന് പറ്റാത്ത ധൈര്യവും വലിയൊരു സുരക്ഷിതത്വവും തരുന്ന ദൈവവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 46:1 വചനം ഇപ്രകാരമാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. BC 701 ഇസ്രായേൽ ജനത വലിയൊരു ശത്രുഭയത്തിലൂടെ കടന്നുപോയ കാലത്ത് ദൈവാലയത്തിലെ ഗായകന്മാരായിരുന്ന കോരഹപുത്രന്മാർ എഴുതി ആലപിച്ചതാണ് ഈ മനോഹരമായ സങ്കീർത്തനം. ഈ വരികൾ എഴുതപ്പെടാനുള്ള പശ്ചാത്തലം വളരെ ഭീകരമായിരുന്നു. അസിറിയൻ രാജാവായ സൻഹെരീബ് 1,85,000 വരുന്ന ക്രൂരന്മാരായ സൈനികരുമായി യെരൂശലേം നഗരത്തെ വളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. മനുഷ്യ സഹജമായി നോക്കിയാൽ ഇസ്രായേലിന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. എന്നാൽ ആ രാത്രിയിൽ ഹിസ്കിയ രാജാവും യെശയ്യാ പ്രവാചകനും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവം ഒരു ദൂതനെ അയച്ച് ഒറ്റ രാത്രി കൊണ്ട് ശത്രു സൈന്യത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു. ആ വലിയ അത്ഭുതം നേരിട്ട് അനുഭവിച്ചതിന് ശേഷം, കണ്ടതിന് ശേഷം കോരഹപുത്രന്മാർ ഈ വിജയഗീതം എഴുതിയതാണ്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാം എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ തോന്നാം. പ്രശ്നങ്ങൾ ഒരുമിച്ച് വരാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, രോഗങ്ങൾ വരാം, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാം. ചിലപ്പോൾ ഭാവിയെ പോലും ഭയം തോന്നാം. അത്തരം സമയങ്ങളിൽ മനുഷ്യൻ അന്വേഷിക്കുന്നത് ഒരു സുരക്ഷിതമായ സ്ഥലമാണ്. ആരെങ്കിലും നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും സ്വാഭാവികമായി. ഇത്തരം സമയത്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. സങ്കേതം എന്നത് അഭയം, കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുരക്ഷിതമായ സ്ഥലം. ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളിൽ ദൈവം നമ്മുടെ അഭയമാണ്. ഈ വചനം ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ദൂരെയുള്ള ദൈവമല്ല, കഷ്ടത്തിൽ അടുത്തിരിക്കുന്ന ദൈവമാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ചിന്തിക്കും, ദൈവം എന്നെ മറന്നു. പക്ഷെ ഈ വചനം പറയുന്നു, ദൈവം ഏറ്റവും അടുത്ത സഹായകമാണ്. മനുഷ്യർ നമ്മെ കൈവിട്ട് പോയാലും ദൈവം കൈവിടുകയില്ല. സാഹചര്യങ്ങൾ മാറിപ്പോയാലും ദൈവം മാറുകയില്ല. ലോകം മുഴുവൻ എതിർത്താലും ദൈവം നമ്മോടൊപ്പം നിൽക്കും. ജീവിതത്തിൽ ചില യുദ്ധങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. നമ്മുടെ ബലം തീരുന്നിടത്ത് ദൈവത്തിൻ്റെ ബലം ആരംഭിക്കുന്നു. ഇന്ന് പലരും പുറത്തേക്ക് ശക്തരായി കാണപ്പെടുന്നു, പക്ഷെ ഉള്ളിൽ തകർന്നിരിക്കാം. പുറമേ ചിരിച്ചാലും ഉള്ളിൽ ഭയമുണ്ടാകാം. ഈ വചനം അത്തരം ആളുകൾക്ക് പ്രത്യാശ നൽകുന്നതാണ്. കാരണം ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, അവൻ നമ്മോട് കൂടെ നടക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ വചനത്തിൽ ദൈവത്തെക്കുറിച്ച് പ്രധാനമായി 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്, അവൻ നമ്മുടെ സങ്കേതമാണ്, അവർ റെഫ്യൂജ്. കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ ഓടിക്കയറുന്ന സുരക്ഷിതമായ ഒരു കോട്ടയാണ് നമ്മുടെ കർത്താവ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാതിരിക്കുമെന്നല്ല, മറിച്ച് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മെ സംരക്ഷിക്കാൻ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നാണ് ഇതിനർത്ഥം. രണ്ടാമത്, അവൻ നമ്മുടെ ബലമാണ്, അവർ സ്ട്രെങ്ത്. സ്വന്തം ശക്തിയും ബുദ്ധിയും തീർന്നു പോകുമ്പോൾ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവിക ശക്തിയാണ് നമ്മോട് കൂടെയുള്ളത്. ബലം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മെ ചേർത്ത് നിർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അടുത്തത്, മൂന്നാമത്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്.
എ വെരി പ്രസന്റ് ഹെൽപ്പ്. ദൈവം ആകാശത്തിരുന്ന് നമ്മുടെ കഷ്ടപ്പാടുകൾ ദൂരദർശിനിയിലൂടെ നോക്കി കാണുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിലേക്ക്, ആ കൊടുങ്കാറ്റിൻ്റെ ഉള്ളിലേക്ക് അവൻ ഇറങ്ങി വരും. നമ്മൾ ശ്വസിക്കുന്ന വായുവിനേക്കാൾ അടുത്തായി നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് സാധിക്കും. ലോകം നമ്മെ കൈവിട്ടാലും ആ ദൈവകരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. കാരണം അന്ന് കനത്ത കൊടുങ്കാറ്റിൽ ഉലഞ്ഞ പടകിൽ ഉറങ്ങിക്കിടന്നിട്ടും കർത്താവിനെ വിളിച്ചെഴുന്നേറ്റപ്പോ അവൻ എന്താ ചെയ്തത്? അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞ് കടലിനെ ശാന്തമാക്കിയവനാണ് നമ്മുടെ കർത്താവ്. പ്രിയ സഹോദരി സഹോദര, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതമാണ്. കൊടുങ്കാറ്റ് വരാം, പക്ഷെ നാം തകരേണ്ടതില്ല. കാരണം ദൈവം നമ്മുടെ അഭയമാണ്. ഭാവി വ്യക്തമല്ലായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ കൈകൾ സുരക്ഷിതമാണ്. ഭയം വന്നാൽ ദൈവത്തിലേക്ക് ഓടുക, ക്ഷീണം വന്നാൽ ദൈവത്തിൽ ശക്തി കണ്ടെത്തുക, പ്രശ്നങ്ങൾ വന്നാൽ ദൈവത്തെ പിടിച്ചു നിൽക്കുക. കാരണം ദൈവം എപ്പോഴും നമ്മോട് കൂടെ ജീവിച്ചിരിക്കുന്നു. അവൻ ഇപ്പോഴും നമ്മെ സഹായിക്കുന്നു, എപ്പോഴും നമ്മെ സഹായിക്കാൻ റെഡിയാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, പ്രത്യാശ കൈവിടരുത്. അവൻ നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളുടെ വലിപ്പം കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ദൈവിക കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിക്കുക, നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ മനസ്സിൽ ഭയങ്ങൾ മാറി വലിയൊരു ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ അഗാപ്പേൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ, ഇത് പങ്കുവയ്ക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് തന്നെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ ചിറയന്മാരിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. എത്ര കൊടുങ്കാറ്റടിച്ചാലും നീ അഭയമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനം ഞങ്ങൾക്ക് ഉൾക്കരുത്ത് നൽകണമേ. ഈ വചനം ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ സാമ്പത്തികമായി തകർന്നാലും കുടുംബപരമായി തകർന്നാലും രോഗങ്ങൾ വന്നാലും ഞങ്ങൾ തളരുകയില്ല. നീ ഞങ്ങളുടെ കൂടെയുണ്ട്. നീ ഞങ്ങളുടെ സങ്കേതമാണ്. നീ ഞങ്ങളുടെ ജീവിതമാണ്. നീ ഞങ്ങളുടെ അഭയമാണ്. നീ ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ലോകത്ത് ആര് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയാലും നീ എപ്പോഴും കൂടെയുണ്ടെന്ന് നീ ആശ്വസിപ്പിക്കുന്ന ഈ വചന നിമിത്തം നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. വചനം കേൾക്കുന്ന എല്ലാവരെയും, അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാവരെയും, അവർക്ക് കൊടുത്തിരിക്കുന്ന സകല സാഹചര്യങ്ങളെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു കർത്താവേ. എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും നീ നിറവേറ്റി കൊടുക്കണമേ കർത്താവേ. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെയും നല്ല ദിനങ്ങൾ നീ നൽകുമാറാകണമേ. അവരുടെ സർവ്വ രോഗങ്ങൾക്കും അവർക്ക് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നീ മാത്രമാകുന്നു കർത്താവേ. തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ആരുമില്ല എങ്കിലും നീ കൂടെയിരുന്ന് ആശ്വസിപ്പിക്കുന്നതിനായതുകൊണ്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. തകർന്ന ഹൃദയങ്ങളെ കർത്താവെ ആശ്വസിപ്പിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കൂ കർത്താവേ. ഈ നിമിഷം നിന്റെ മക്കളോട് കൂടെയിരുന്ന് അവരെ അഭിഷേകം ചെയ്യണമേ, അവരെ നിറയ്ക്കണമേ, അവരെ വഴി നടത്തണമേ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നീ മാത്രമാകുന്നു കർത്താവേ. അവരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ശിഷ്ടജീവിതത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കർത്താവെ, പങ്കാളികളെ, കുഞ്ഞുങ്ങളെ, എല്ലാ കൂട്ടുകാരെയും, ജോലിയിലായിരിക്കുന്നവരെയും കൃഷികളിലായിരിക്കുന്നവരെയും ഓരോരുത്തരുമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ കർത്താവെ. നീ നിറയ്ക്കണമേ കർത്താവെ. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായി ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യണമേ കർത്താവെ. സകല സങ്കടങ്ങളിൽ നിന്നും, സകല പ്രയാസങ്ങളിൽ നിന്നും, സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവെ അവരെ രക്ഷിക്കണമേ. അവരുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ അതേ നിന്റെ ക്രിസ്തുവിനിൽ ജീവിക്കുന്നവരാണ് എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ. നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നീ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. എത്ര വലിയ ശത്രുക്കൾ ഉണ്ടായാലും, എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും നീ ഞങ്ങളുടെ കൂടെ വന്ന് അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളെ വിടിവിക്കുന്നവനാണ്.
എത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചു, എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി. ഇനിയുള്ള ജീവിതവും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു, ഭരമേൽപ്പിക്കുന്നു, പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.